ഇപ്പോൾ നേരത്തെ പറഞ്ഞു 3 എച്ചുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ 3 എച്ചുകളിൽ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലൊരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എച്ച് ഉണ്ടല്ലോ. ഇതിനെങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി ആയിട്ട് നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു, ഹാപ്പിനെസ് ഇൻഹൗസിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് ഉപകാരപ്പെടാം? ലോകത്തെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഒരു ഹാപ്പിനെസ്സാണ്. സമാധാനം, സ്വസ്ഥത. ഇതാണ് ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ വിഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും, ലോകമൊത്തമുള്ള മനുഷ്യൻ്റെയും ആഗ്രഹവും അവൻ്റെ ജീവിത ലക്ഷ്യവും ഹാപ്പിനെസ്സാണ്. അതിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതിലേക്കാണ് ഈ പോയിൻ്റ് എത്തുന്നത്. മനുഷ്യൻ്റെ സാമൂഹിക സംവിധാനത്തിലാണ് മനുഷ്യൻ നിലനിൽക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാത്രമേ മനുഷ്യൻ നിലനിൽക്കാൻ കഴിയൂ. സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അതിനിടയിലുള്ള റിലേഷൻഷിപ്പുകളാണ് അതിനെ ബോണ്ടായി നിലനിർത്തുന്നത്. അവർ പരസ്പരം ബന്ധങ്ങളാണ്. കുടുംബമാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും പ്രദേശമാണെങ്കിലും ജാതിയാണെങ്കിലും മതമാണെങ്കിലും ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് മനുഷ്യന് നിലനിൽക്കുന്നത്. ആ റിലേഷൻഷിപ്പിൻ്റെ സുതാര്യതയും ആ റിലേഷൻഷിപ്പിൻ്റെ സ്മാർട്ട്നെസ്സും ഒക്കെയാണ് നമുക്ക് ഹാപ്പിനെസ്സായി തരുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും? ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഒരു സുഗമമായ സന്തോഷകരമായ ഒരു സുഗമമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ തീർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ മാനസികമായ സംഘർഷങ്ങളും ശാരീരിക പ്രശ്നങ്ങൾക്കിടയിൽ ഇത് എങ്ങനെ സ്വാധീനം ചെലുത്താൻ കഴിയും? അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ്സിനെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഹൗസിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനതയുടെ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിവിധ ഘടകങ്ങളിലുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിനെ സൗമ്യമാക്കുവാൻ, സുഖകരമാക്കുവാനാണ് ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ ആ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുക. ഇതൊരിക്കലും സാമ്പത്തികമായ ഒരു ഉയർച്ചയോ സാമ്പത്തികമായ സ്റ്റെബിലൈസേഷൻ കൊണ്ടോ സംഭവിക്കുന്നതല്ല. തനിക്ക് ലഭിക്കുന്ന വസ്തുവിനെ കൊണ്ട് ലഭിക്കുന്നതല്ല. തന്നിൽ നിന്ന് തൻ്റെ അപരനായ മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ ഹാപ്പിനെസ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. ഇത് നമുക്ക് 2 തരം ഹാപ്പിനെസ്സിനെ പൊതുവെ പറയാൻ കഴിയും. ഒന്നൊരു പ്രൈവറ്റ് ഹാപ്പിനെസ്സുമുണ്ട്, ഒരു പബ്ലിക് ഹാപ്പിനെസ്സുമുണ്ട്. പ്രൈവറ്റ് സ്വന്തത്തിൻ്റെ താല്പര്യത്തിൽ ഉൾക്കൊള്ളുന്നൊരു ഹാപ്പിനെസ്സിൻ്റെ മൂഡാണ്. ഒരു സിംഗിൾ റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും അത്തരം ഹാപ്പിനെസ്സുകൾ. അത് വളരെ ചെറുതും കുടുസായതുമാണ്. അത് സമൂഹത്തിൻ്റെ ഉള്ളറയിൽ നിലനിൽക്കുന്നതാണ്. പുറത്തിരിക്കുന്ന ഒരു വലിയ റിലേഷൻഷിപ്പ് ഹാപ്പിനെസ്സിനെയാണ് ഇൻഹൗസ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും വ്യക്തിപരമല്ല, അത് സാമൂഹികമാണ്. സാമൂഹികമായ ഈ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള, ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള, റിലേഷൻഷിപ്പിന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള വിഭവങ്ങളാണ് ഇൻഹൗസിൽ നിന്നും പുറത്തു വന്ന് കൊണ്ടിരിക്കുക.